മഴത്തോരു മുംബൈ എന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ അലീനയെ അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. സ്റ്റാൻലി ജോസഫിനെ ആദ്യമായി കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അലീന. ഇത് തന്റെ സ്വന്തം അച്ഛൻ തന്നെയാണോ എന്ന് ഒരു നിമിഷമെങ്കിലും സംശയിച്ചു പോകുന്നുണ്ട് അലീന. അതിന് കാരണം സ്റ്റാൻലി ജോസഫിന്റെ പെരുമാറ്റ രീതികൾ തന്നെയാണ്. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ എപ്പോഴും അയാളുടെ മുഖത്ത് ഒരു ഗൗരവം ഉണ്ടായിരുന്നു. മാത്രവുമല്ല, നഷ്ടപ്പെട്ടു പോയൊരു മകളെ 23 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരച്ഛൻ്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷമോ സ്നേഹമോ വൈകാരിക ഭാവങ്ങളോ ഒന്നും തന്നെ സ്റ്റാൻലിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. അതെല്ലാം അലീനയെ വളരെയധികം അതിശയിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായി കാണുന്ന മകളെ ഒരപരിചിത എന്നോണം അവൾക്ക് നേരെ ഷെയ്ക്ക് ഹാൻഡിനായി കൈ നീട്ടിയതും അലീനയ്ക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അലീന തിരിച്ച് കൈ തരാഞ്ഞത് സ്റ്റാൻലിക്ക് ഒരു ക്ഷീണമായി തോന്നിയെങ്കിലും ബാലചന്ദ്രന്റെ വാക്കുകൾ അയാൾക്ക് ആശ്വാസമായി. സ്റ്റാൻലി പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബൈ ദ വേ മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ അലീനയെ വളരെ നന്നായി ഒരുക്കിയിട്ടാണ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഷീസ് ലുക്കിംഗ് വെരി സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലൈക്ക് എൻ ഏഞ്ചൽ. അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ സ്റ്റാൻലി, അലീന എനിക്ക് എൻ്റെ സ്വന്തം മകളെ പോലെയായിരുന്നു. ഒട്ടും മനസ്സുണ്ടായിട്ടല്ല ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. പക്ഷേ സാഹചര്യം അതങ്ങനെയായിപ്പോയി. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കതറിയാം ബാലചന്ദ്രൻ, നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾ വലിയൊരു ത്യാഗമാണ് ചെയ്തിരിക്കുന്നത്. സ്നേഹിക്കാൻ ആർക്കും പറ്റും, നന്മ ചെയ്യാനും പറ്റും. പക്ഷേ ത്യാഗം ചെയ്യാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരാളാണ്. എൻ്റെ മകളെക്കുറിച്ച് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയൊരു ത്യാഗമാണ് ചെയ്തത്. അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അതിലും വലിയൊരു ത്യാഗമാണ് നിങ്ങൾ ചെയ്തത്. യു ആർ റിയലി ഗ്രേറ്റ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കടമ ചെയ്തെന്ന് മാത്രം. ഇവളിവിടെ എത്തിച്ചതോടെ എൻ്റെ ജോലി തീർന്നു. ഇനി ഞാൻ പോകട്ടെ. അങ്ങനെ പോകരുത് ബാലചന്ദ്രൻ. ഇന്നൊരു ദിവസമെങ്കിലും നിങ്ങൾ എൻ്റെ അതിഥിയായി ഈ വീട്ടിൽ നിൽക്കണം. നിങ്ങൾക്കുള്ള ഭക്ഷണമെല്ലാം ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് പറ്റില്ല സ്റ്റാൻലി, എൻ്റെ മക്കളവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. മാത്രമല്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. ഒട്ടും വിശക്കുന്നുമില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിയാമല്ലോ. ഭക്ഷണത്തിലും അതിൻ്റെതായ പരിമിതികളുണ്ട്. അങ്ങനെ പറയരുത് മിസ്റ്റർ ബാലചന്ദ്രൻ. ഇത്രയും ദൂരം വന്നിട്ടും ഒന്നും കഴിക്കാതെ നിങ്ങൾ പോകരുത്. അതെനിക്കൊരു ഇൻസൾട്ടായിരിക്കും. ഇത്രയും കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, താങ്കൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊരു ചായ കുടിക്കാം. അത് കേട്ടതും സ്റ്റാൻലിക്ക് സമാധാനമായി. ആൻ്റപ്പനെ വിളിക്കുന്നതിനായി സ്റ്റാൻലി അകത്തേക്ക് പോകുന്നുണ്ട്. സ്റ്റാൻലി അകത്തേക്ക് പോയതും അലീന ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട്, ഇതെൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണോ? അതെന്താ നിനക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, അച്ഛൻ ശ്രദ്ധിച്ചില്ലേ ഷെയ്ക്ക് ഹാൻഡിനായി എൻ്റെ അടുത്തേക്ക് കൈ നീട്ടിയത്? ഒരു മകളെ ആദ്യമായി കാണുന്ന അച്ഛൻ ഇങ്ങനെയാണോ? ചുമ്മാ വഴിപാട് കഴിക്കുന്ന പോലെ? മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അയാൾ ഒരു പട്ടാളക്കാരനാണ്. അതിൻ്റെതായ ഒരു ഗൗരവം അയാളുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. അതിനർത്ഥം അയാൾക്ക് നിന്നോട് സ്നേഹമില്ലെന്നല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീടിന് വന്ന മാറ്റം. നിന്നെ സ്വീകരിക്കാൻ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ? നിങ്ങൾ കൂടുതൽ അടുത്ത് പരിചയപ്പെടുമ്പോൾ നിനക്കത് മനസ്സിലാവും. അപ്പോഴേക്കും ആൻ്റപ്പം വന്ന് ബാലേന്ദ്രനെയും അലീനയും ഡൈനിങ് റൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് കടന്നതും അലീനയും ബാലചന്ദ്രനും ഞെട്ടിപ്പോകുന്നുണ്ട്. 10-16 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഊണുമേശ. അത് നിറച്ചും വിഭവങ്ങൾ. ഇറച്ചിയും മീനും പൊറോട്ടയും ചപ്പാത്തിയും വറുത്തതും പൊരിച്ചതും പഴങ്ങളും എന്നു വേണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും ആ ഊണുമേശയിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അലീനയ്ക്കും ബാലേന്ദ്രനും ഭക്ഷണം ഒരുക്കുന്നതിനായി കല്യാണവിരുന്ന് ഒരുക്കുന്ന 2 പാചകക്കാരെ സ്റ്റാൻലി നിർത്തിയിരുന്നത്. ഒട്ടും വിശപ്പില്ലെന്ന് പറഞ്ഞ ബാലചന്ദ്രന് പോലും അതെല്ലാം കണ്ടപ്പോൾ ഒന്ന് കഴിച്ചാലോ എന്ന് തോന്നിപ്പോയി. അതായിരുന്നു അവിടുത്തെ അന്തരീക്ഷം. ബാലചന്ദ്രന്റെ മുമ്പിലിരുന്ന പ്ലേറ്റിലേക്ക് സ്റ്റാൻലി തന്നെ ഒരു വലിയ ചിക്കൻ വറുത്തതും ഒരു ചപ്പാത്തിയും വെച്ചു കൊടുത്തു. ബാലചന്ദ്രന് അത് നിരസിക്കാനായില്ല. കഴിച്ചു തുടങ്ങിയപ്പോൾ അത് അത്രയും സ്വാദിഷ്ടമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ തിരിച്ചു പോകാൻ ഒരുങ്ങി. സിറ്റൗട്ട് വരെ സ്റ്റാൻലിയും കൂടെ വന്നു. കാറിൽ നിന്ന് അലീനയുടെ പെട്ടികളെല്ലാം ബാലചന്ദ്രൻ പുറത്തേക്ക് എടുത്തു വെച്ചു. അലീനയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. അവൾ ബാലേന്ദ്രന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൾ ആകെ പേടിച്ചിരിക്കുകയെന്ന് ബാലേന്ദ്രന് മനസ്സിലായി. മോളെ, നീ വിഷമിക്കരുത്. അറിയാത്ത ദിക്കിൽ അച്ഛൻ ഇട്ടിട്ട് പോയെന്ന് തോന്നലും വേണ്ട. നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ആ സ്റ്റാൻലി ഒരു ഉരുക്കു മനുഷ്യനെ പോലെ ഇരിക്കുന്നതേ ഉള്ളൂ. അയാളുടെ ഉള്ളിൽ നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് നിനക്ക് പോകെ പോകെ മനസ്സിലാവും. എൻ്റെ സ്വന്തം മോളെ മറ്റൊരു വീട്ടിൽ ദത്ത് നിർത്തി പോണ പോലെയാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് പോവാന്ന് നിനക്ക് തോന്നരുത്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും അച്ഛനെ വിളിക്കാം. ഇവിടെ നിനക്ക് ശരിയാവില്ലെന്ന് തോന്നിയാൽ
ഒരു ഫോൺ കോൾ മതി, അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ നിന്നെ. എന്നും വിളിക്കണം, നിന്റെ കൂടപ്പിറപ്പുകളെയും ഈ അച്ഛനെ. എന്നാ ഞാൻ പോട്ടെ. അത്രയും പറഞ്ഞതും ബാലേന്ദ്രൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇനിയും അവിടെ നിന്ന് താൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന് അയാൾക്ക് തോന്നി. ബാലചന്ദ്രൻ വേഗം കാറിൽ കയറി അലീനയ്ക്ക് നേരെ കൈവീശി കാണിച്ചു. വണ്ടി വിദൂരതയിലേക്ക് മറയുന്നത് നോക്കി അലീന അങ്ങനെ തന്നെ നിന്നു. തികച്ചും അപരിചിതമായൊരു സ്ഥലത്ത് കുറെ പട്ടികൾക്കും താൻ ഇതുവരെ കാണാത്ത ഒരച്ഛനുമിടയിൽ താൻ ഒറ്റപ്പെട്ടു പോയെന്ന് അലീനയ്ക്ക് തോന്നി. അവൾ സിറ്റൗട്ടിൽ അങ്ങനെ തന്നെ നിൽക്കുക. ഉടനെ സ്റ്റാൻലി ആൻ്റപ്പനെ വിളിച്ച് ആ പെട്ടികളെല്ലാം അകത്തേക്ക് എടുത്തു വെക്കാൻ പറഞ്ഞു. മുതലാളി പറഞ്ഞ ഉടനെ ആൻ്റപ്പൻ വന്ന് അലീനയുടെ പെട്ടികൾ എടുക്കാൻ നോക്കി. പക്ഷേ അലീന സമ്മതിച്ചില്ല. അവിടെ വെച്ചേക്ക്, ഇതെല്ലാം ഞാൻ എടുത്തോളാം. ആൻ്റപ്പൻ ധർമ്മസങ്കടത്തിലായി. തിരിച്ച് മുതലാളിയുടെ അടുത്തെത്തിയപ്പോൾ നീ ഇതുവരെ പെട്ടി എടുത്ത് വെച്ചില്ലേന്ന് ചോദിച്ച് സ്റ്റാൻലിയുടെ വക ചീത്ത. ആൻ്റപ്പൻ വീണ്ടും പെട്ടി എടുക്കാൻ വന്നു. നിങ്ങളോടല്ലേ പറഞ്ഞത് എൻ്റെ പെട്ടികൾ തൊടണ്ടാന്ന്? അലീനയുടെ വാക്കുകൾ മൂർച്ചയുള്ളതായിരുന്നു. ഇത് കേട്ടതും സ്റ്റാൻലി ആൻ്റപ്പനോട് അകത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. തൻ്റെ പെട്ടികൾ എടുക്കാൻ വരേണ്ടത് തൻ്റെ അച്ഛൻ തന്നെയല്ലേ, അല്ലാതെ പണിക്കാരനല്ലല്ലോ. ആ ദേഷ്യമായിരുന്നു അലീനയ്ക്ക്. പെട്ടികളെല്ലാം അവൾ തന്നെ എടുത്തു. അലീനയ്ക്കുള്ള മുറി കാണിച്ചു കൊടുക്കാൻ സ്റ്റാൻലി ആൻ്റപ്പനോട് പറഞ്ഞു. അങ്ങനെ ആൻ്റപ്പൻ അലീനയ്ക്ക് മുറി കാണിച്ചു കൊടുത്തു. ആ മുറി കണ്ട് അലീന ഞെട്ടിത്തെറിച്ചു പോയി. തികച്ചും ഒരു രാജകൊട്ടാരത്തിലെ മുറി പോലെ. അതിലില്ലാത്ത സാധനങ്ങളില്ല. ഇത്രയും വലുപ്പമുള്ള മുറി അലീന ആദ്യമായാണ് കാണുന്നത്. അതിൽ ടിവിയും AC എല്ലാം ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. എല്ലാം അലീന നോക്കിക്കണ്ടു. തൻ്റെ പെട്ടികളിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അളമാരി തുറന്നു നോക്കിയപ്പോൾ അലീനയുടെ കണ്ണ് തള്ളിപ്പോയി. ആ അളമാരിയിൽ ഡ്രസ്സുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. തനിക്ക് വേണ്ടി തൻ്റെ അച്ഛൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാണ്. അലീന അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇട്ടു നോക്കി. നല്ല വലുപ്പം, നല്ല വണ്ണവും ഉണ്ട്. ഇതൊന്നും തനിക്ക് പാകമില്ലല്ലോ. മകൾ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ജോലിക്കാരെ വിട്ട് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേണൽ. 23 വയസ്സുള്ള ഒരു തടിച്ചി പെണ്ണിനെയായിരിക്കും അവർ മനസ്സിൽ കരുതിയിട്ടുണ്ടാവുക. ഏതായാലും തനിക്കിതൊന്നും പാകല്ല. ഇതൊക്കെ ഇടണമെങ്കിൽ ഒരു 10-20 കൊല്ലെങ്കിലും കഴിയേണ്ടി വരും. അത്രയുണ്ട് വലുപ്പവും വണ്ണവും എല്ലാം. അപ്പോഴേക്കും 2 പട്ടികൾ വന്ന് അലീനയുടെ മുറിയുടെ വാതിക്കൽ നിന്ന് അലീനയെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അലീന അവരെ അകത്തേക്ക് വിളിച്ചെങ്കിലും അവരകത്തേക്ക് വന്നില്ല. അത് കണ്ടപ്പോൾ അലീനയ്ക്ക് തോന്നി യജമാനൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും മുറിയിലേക്ക് കടക്കരുതെന്ന്. അതുകൊണ്ടായിരിക്കും പുറത്ത് തന്നെ നിൽക്കുന്നത്. അപ്പോഴേക്കും ആൻ്റപ്പൻ വന്ന് അവറ്റകളെ അവിടെ നിന്ന് കൊണ്ടുപോയി. അതോടെ അലീനയ്ക്ക് ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നി. ഒരു സ്വർണ്ണക്കൂട്ടിലടച്ച കിളിയുടെ അവസ്ഥയായി തനിക്ക്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ആരുമില്ലാത്ത പോലെ. അങ്ങനെ ബബിത തിന്ന ഡ്രസ്സിൽ നിന്നും ഒരെണ്ണം എടുത്ത് ധരിച്ച് അലീന മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോഴും വന്ന അതിഥി ആരാണെന്ന് ആൻ്റപ്പനോ ബൈജുവിനോ പൗലോസിനോ അറിയില്ല. സ്റ്റാൻലി അതേപ്പറ്റി അവരോടൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളിയോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം 3 പേർക്കും ഇല്ല. അപ്പം ബൈജു പറയുന്നുണ്ട്, ആൻ്റപ്പൻ ചേട്ടാ, എന്നാലും ഇതാരായിരിക്കും? കണ്ടിട്ട് മുതലാളിയുടെ മൂത്ത മോള് താനിയുടെ ഒരു ചായയൊക്കെ ഉണ്ട്. ഏതെങ്കിലും അകന്ന ബന്ധുവായിരിക്കുമോ? അപ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, മുതലാളിയുടെ ഒരുവിധം ബന്ധുക്കളെയെല്ലാം എനിക്കറിയാം. എന്നാലും ഈ പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം പൗലോസ് പറയുന്നുണ്ട്, എന്നാലും ആരായിരിക്കും ഇത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോഴേക്കും അലീന ആ വഴി വന്നു കേട്ടോ. അലീനെ കണ്ടതും 3 ആളും സംസാരം നിർത്തി. അലീനെ വീട് മുഴുവൻ ചുറ്റിക്കാണിക്കണമെന്ന് സ്റ്റാൻലി ആൻ്റപ്പനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ആൻ്റപ്പൻ അലീനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഓരോ മുക്കും മൂലയും അലീനയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇടയ്ക്ക് വെച്ച് ആൻ്റപ്പൻ അലീനോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞു സത്യത്തിൽ ആരാ? മുതലാളിയുടെ ഏതെങ്കിലും ബന്ധുവാണോ? ആണെങ്കിൽ തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അലീന പറയുന്നുണ്ട്, ഞാനോ 23 വർഷം വരെ ഞാനൊരു അനാഥാലയത്തിലാണ് ജീവിച്ചത്. അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ വേലക്കാരിയായി നിൽക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത്രയും കേട്ടതോടെ ആൻ്റപ്പൻ ആകെ ഞെട്ടിപ്പോയി. ഒരു വേലക്കാരി പെങ്കൊച്ചിന് വേണ്ടിയാണോ മുതലാളി ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയത്? ജിജ്ഞാസ അടക്കാനാവാതെ ആൻ്റപ്പൻ വീണ്ടും ചോദിച്ചു, അപ്പം മുതലാളിയുടെ ആരാ? അത് കേട്ടതും അലീന പറഞ്ഞു, അത് മുതലാളിയോട് തന്നെ ചോദിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞ് അലീന വരാന്തയിലൂടെ നടന്നുപോയി. തുടർന്നുള്ള ഭാഗങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്